പൂനം പാണ്ഡെ എന്ന ബോളിവുഡിലെ ഒരു നടിയാണ്. അവരുടെ മരണം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ ഔദ്യോഗികമായ അവരുടെ കുടുംബാംഗങ്ങളൊക്കെ തന്നെ ഇത് സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുന്നു. എല്ലാവരും വളരെ ഞെട്ടലോടെ, വളരെ ചെറുപ്പക്കാരിയായ ഒരു നടിയാണ് ഇങ്ങനെ സംഭവിച്ചത്. സർവിക്കൽ ക്യാൻസർ ബാധിച്ച് മരിക്കുകയായിരുന്നു എന്നൊക്കെയായിരുന്നു. പക്ഷേ 24 മണിക്കൂറുകൾക്കിപ്പുറം അവർ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നു താൻ സർവിക്കൽ ക്യാൻസറിന് വേണ്ടിയുള്ള അതിൻ്റെ ഒരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു വ്യാജ മരണവാർത്ത സൃഷ്ടിച്ചത് എന്നാണ്. പക്ഷേ പല വിധത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നു. ഇവർക്കെതിരെ കേസെടുക്കണമെന്ന വാദം വരെ ഉയരുന്നുണ്ട്. എന്തായാലും അതൊരു വിവാദമായിട്ട് ഇങ്ങനെ ബോളിവുഡിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളോട് അതിനെക്കുറിച്ച് രാഹുൽജി സംസാരിക്കും. രാഹുൽ, ഈ മരണവാർത്തയൊക്കെ ബോധവൽക്കരണത്തിന് ഉപാധിയാക്കാമോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല അതിൻ്റെ ഒരു ന്യായവും അല്ലേ, അതൊരു നീതിയാണോ എന്ന്. കാരണം വളരെ ചെറുപ്പക്കാരിയായ ഒരാൾ മരിച്ചു എന്ന് പറയുന്നു, ആളുകളെല്ലാം ഇഷ്ടപ്പെടുന്നവർ വേദനിക്കുന്നു. അങ്ങനെയൊക്കെയാണോ സർവിക്കൽ ക്യാൻസർ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരുപാട് വാക്സിൻ അടക്കം വരുന്നു, വലിയ പ്രതീക്ഷയോടെ ആളുകൾ ഇതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുങ്ങുന്നു എന്നൊക്കെ കരുതുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ അതിൽ ഇങ്ങനെയാണോ ഒരു ബോധവൽക്കരണം നടത്തേണ്ടിയിരുന്നത്? എങ്ങനെയാണ് പൊതുവേ ഇവരുടെ ഈ ഒരു മരണനാടകത്തോടുള്ള പ്രതികരണങ്ങളും ഇപ്പോഴുള്ള മറ്റ് ആവശ്യങ്ങളുമൊക്കെ? തീർച്ചയായും രണ്ട് രീതിയിലുള്ള പ്രതികരണമാണ് ഉണ്ടാവുന്നത്. കാരണം ഒരു രോഗത്തിനെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കാൻ വേണ്ടി ഇത്തരത്തിലൊരു മരണ നാടകം കളിക്കണമായിരുന്നു എന്ന് ചോദിക്കുന്ന ഈ ചെയ്ത പ്രവൃത്തിയിലുള്ള ശരി അല്ലെങ്കിൽ നൈതികതയാണ് ഒരു വിഷയം. രണ്ട്, ഈ പൂനം പാണ്ഡെയെ ഫോളോ ചെയ്യുന്നവർ അല്ലെ ഇഷ്ടപ്പെടുന്നവർ ചോദിക്കുന്നത് എന്നാലും അവർ പറ്റിച്ച് കളഞ്ഞല്ലോ എന്നുള്ള രണ്ട് പ്രതികരണങ്ങളാണ് ഉണ്ടാകുന്നത്. ആദ്യത്തെയാണ് ഏറ്റവും ഗൗരവകരമായിട്ടുള്ളത്. കാരണം ആലോചിക്കുക, ഹോട്ടർഫ്ലൈ എന്ന് പറയുന്ന ഒരു മീഡിയ ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള ഉദ്യമത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. തനിക്ക് ഈ രോഗമുണ്ടെന്നും അതുമൂലം മരിച്ചു എന്നൊക്കെ പറയുന്ന രീതിയിൽ മാനേജർ ഉൾപ്പെടെയുള്ളവർ പോസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഇപ്പോൾ പൂനം പാണ്ഡെ എന്ന് പറയുന്ന വ്യക്തി ഒരുപക്ഷെ ഇങ്ങനെ ഒരു സാധനം എടുത്ത് പുറത്തിട്ടാൽ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അവയർനെസ്സിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി ഒരു വ്യക്തി മാത്രമാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ ഈ ചിന്തിക്കാനുള്ള സമയം കിട്ടി കാണില്ലെന്നോ പെട്ടെന്ന് ചെയ്തൊരു ആക്ട് ആണെന്നൊക്കെ ചിന്തിക്കാം. പക്ഷേ ഇത് നമുക്ക് ഒരു PR ഗ്രൂപ്പ് ചേർന്നുകൊണ്ട് ഇത്തരത്തിൽ ഒരു എന്താ പറയുക, ഒരു തിരക്കഥയുണ്ടാക്കി അത് അവയർനെസ്സിനാണെങ്കിൽ ഒരു ബോധവൽക്കരണത്തിനാണെന്ന് പറയുന്നിടത്താണ് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം പുതിയ കാലഘട്ടമാണ്. എമ്പത്തറ്റിക്കായി, അതായത് മറ്റൊരു മനുഷ്യന് സമഭാവനയോടെ ചിന്തിക്കണം, അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ അതേ വികാരത്തിലൂടെ കടന്നുപോയി ചിന്തിക്കണം എന്നൊക്കെ പറയുന്നൊരു പുതിയ കാലഘട്ടമാണ്. ആലോചിക്കുമ്പോൾ തനിക്കില്ലാത്തൊരു അസുഖം ഉണ്ടെന്ന് പറയുക, എന്നിട്ട് അതുമൂലം മരിച്ചു എന്ന് പറഞ്ഞ് ഈ പറയുന്ന ബോധവൽക്കരണം ഉണ്ടാക്കുക എന്നൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ അതിനകത്തൊരു ശരികേടില്ലേ എന്ന് ചിന്തിക്കാൻ കഴിയാത്തത്ര ചെറുതാണോ വ്യക്തികൾ അല്ലെങ്കിൽ മനുഷ്യർ എന്ന് പറയുന്ന ഒരു ചിന്ത തീർച്ചയായും എത്തുന്നുണ്ട്. കൂടാതെ ഈ പറഞ്ഞതുപോലെ ഈ മരണവാർത്ത അറിയിച്ച ആ മണിക്കൂറുകൾക്കിടയിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇവർക്ക് 1 ലക്ഷത്തോളം ഫോളോവേഴ്സ് കൂടുന്നുണ്ട്. അപ്പോൾ വ്യക്തിപരമായ ഈ ഹോട്ടർഫ്ലൈ ആയിക്കോട്ടെ അല്ലെങ്കിൽ പൂനം പാണ്ഡെ ആയിക്കോട്ടെ, അവർ വ്യക്തിപരമായ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തതാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നത് ശരി തന്നെയാണ്. കാരണം ഈ പറയുന്ന പോലെ സെർവിക്കൽ ക്യാൻസർ ആയിക്കോട്ടെ, എന്ത് രോഗവും ആയിക്കോട്ടെ, അതിനുള്ള ബദൽ മാർഗങ്ങൾ അവതരിപ്പിക്കാൻ ഈ പുതിയ കാലഘട്ടത്തിൽ PR ഏജൻസികളായിക്കോട്ടെ മനുഷ്യർക്കായിക്കോട്ടെ ഇത്തരം ആശയങ്ങളേ ഉള്ളൂ. അവർ ചുരുങ്ങി പോവുകയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുകയാണ്. ആ ചോദ്യങ്ങൾ ഉത്തരം കണ്ടേ തീരൂ. ഈ പ്രതികരണങ്ങൾ രസകരമാണ്. കാരണം എനിക്ക് തോന്നുന്നു അവരുടെ ഭർത്താവാണെന്ന് തോന്നുന്നു, ബോൾഡ് ലേഡിയാണ് അല്ലെങ്കിൽ ബോൾഡായ നടിയാണ്, വ്യക്തിയാണെന്നൊക്കെ പറയുകയാണ്. കാരണം രോഗമുണ്ടെന്ന് ഇങ്ങനെ ഭാവിച്ച് ഇതിനുവേണ്ടി ഇങ്ങനെ നിൽക്കുന്ന അവർ ബോൾഡ് എന്നാണ് പറഞ്ഞത്. എന്ത് ബോൾഡ്നെസ് ആണ് എന്ന് നമുക്കറിയില്ല. ഈ രോഗമൊക്കെ ബാധിച്ചാലും മറ്റ് ഗുരുതര അസുഖങ്ങളെ മറികടന്ന് ജീവിതത്തിൽ തിരികെ വന്നവരാണ് യഥാർത്ഥത്തിൽ ആ ഒരു പേരൊക്കെ അർഹിക്കുന്നത്. ഇങ്ങനെയാണോ ബോധവൽക്കരണം നടത്തേണ്ടത്? അവർ ചിന്തിക്കട്ടെ. എന്തായാലും സർവിക്കൽ ക്യാൻസർ വളരെ ഗുരുതരമായ വിഷയമാണ്. അതിനുവേണ്ടിയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് സജീവമായി വന്നുകൊണ്ടിരിക്കുകയാണ് എന്നത് ഒരു ആശ്വാസ ഘടകമാണ്. ശരി.